നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീം കോടതി. ഇതിനായി ഒരു പ്രത്യേക ഇടം കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ തെരുവു നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലാക്കണം എന്ന ഉത്തരവും സുപ്രീം കോടതി തിരുത്തി. പേവിഷബാധയോ അക്രമവാസനയോ ഉള്ളതായ നായ്ക്കളെ മാത്രം കൂട്ടിലടച്ചാൽ മതിയെന്നും മറ്റുള്ളവയെ വാക്സിൻ നൽകി വന്ധ്യംകരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടാമെന്നും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കേട്ട ശേഷം തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഡൽഹി NCRലെ എല്ലാ തെരുവു നായ്ക്കളെയും പിടികൂടി പ്രത്യേകമായി പാർപ്പിക്കണമെന്ന 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് 3-അംഗ ബെഞ്ച് തിരുത്തിയത്. ആക്രമണ സ്വഭാവമോ പേവിഷബാധയോ ഉള്ള നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലാക്കണം. മറ്റുള്ളവയെ പേവിഷ വാക്സിൻ നൽകിയും വന്ധീകരണം നടത്തിയും പിടികൂടിയ സ്ഥലത്ത് തന്നെ തുറന്നുവിടണം. തെരുവു നായ്ക്കൾക്ക് നിശ്ചിത ഇടങ്ങളിൽ മാത്രം ഭക്ഷണം നൽകണം. എല്ലാ തെരുവുകളിലും തീറ്റ നൽകരുത്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കും ഉത്തരവ് നടപ്പാക്കുന്നത് തടയുന്നവർക്കുമെതിരെ നടപടിയെടുക്കും. സുപ്രീം കോടതിയെ സമീപിച്ച മൃഗസ്നേഹികൾ 25,000 രൂപയും NGOകൾ 2 ലക്ഷം രൂപയും കെട്ടിവെക്കണം. ഈ തുക തെരുവു നായ്ക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഉപയോഗിക്കും. നായ്ക്കളെ ദത്തെടുക്കാൻ കോർപ്പറേഷന്റെ അനുമതി വാങ്ങണം. ദത്തെടുത്ത നായ്ക്കളെ തെരുവിലേക്ക് വിടാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. എല്ലാ ഹൈക്കോടതികളിലുമുള്ള സമാന കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റും. എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചു. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കുമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ജനം, ഡൽഹി.